നമ്മുടെ പൂക്കിയ മുഖ്യമന്ത്രിക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്ത് പറഞ്ഞാലും ചിരി, സ്ഥലകാല ബോധമില്ലാതെ എന്തെങ്കിലും പറയാൻ, നാക്കെടുത്ത കള്ളം മാത്രം പറച്ചിൽ, അങ്ങനെ പൊതുജനത്തിന് എന്റർടൈൻമെന്റ് നൽകുന്ന നിരവധി കാര്യങ്ങളാണ് ഈ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഭരണത്തിൽ കയറി വെറും 2 ആഴ്ചയായിട്ട് പോലും ഉടായ്പിന് ഒരു കുറവില്ല. തുടക്കത്തിൽ ചില്ലറ മാന്യതയെങ്കിലും പാലിക്കുന്നുണ്ട്. പെട്രോൾ ഡീസൽ വിലയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പണ്ടൊരാൾ 50 രൂപയ്ക്ക് പെട്രോൾ തരും എന്ന് പറഞ്ഞതിൽ വീണതിന്റെ ഫലമായിട്ടാണ്. 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ അതിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി കുറച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ലേശമെങ്കിലും കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 2018 ജൂൺ 1 അധിക വരുമാനം നികുതിയുടെ ഒരു ഭാഗം ഉപേക്ഷിച്ച് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 1 രൂപയെങ്കിലും കുറവ് വരാവുന്ന രീതിയിൽ LDF സർക്കാർ നികുതി നിരക്ക് കുറച്ചായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് 2016 മുതൽ 25 ജനുവരി 31 വരെ ഈ ഡീസൽ പെട്രോൾ വിലവർദ്ധനവിന്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്, 1 രൂപ പോലും കുറച്ചിട്ടില്ല എന്നാണ്. ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോ ഇതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ആയിരുന്നില്ലേ എന്നൊക്കെ ചോദ്യം ഉയർന്നെങ്കിലും ചോദ്യങ്ങളോട് ചിരിച്ചു കാണിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ട് അത് കാവ്യം. അടുത്തത്, പാര്യത്തുകാവിലെ കുടുംബങ്ങളോടൊക്കെ സംസാരിച്ച് എല്ലാം തീർപ്പാക്കിയെന്ന്, ഇനി ഇങ്ങനൊരു വിഷയമേ ഇല്ല എന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞെന്ന് അറിയില്ല. ഞങ്ങൾ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടുമില്ല. ഞങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയോ സർക്കാരിന്റെ പ്രതിനിധിയോ ഒരു വാട്സ്ആപ്പ് ചാറ്റ് പോലും നടത്തിയിട്ടില്ലെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഒരു വർഗീയ സംഘടനകളുടെയും തിണ്ണ നിരങ്ങില്ല എന്ന മാസ്. കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ MLA മുട്ടുമടക്കില്ല എന്ന് പറയാം. ഞാൻ ഏതെങ്കിലും സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഒരു സമുദായ നേതാക്കന്മാരുടെയും പഠിക്കൽ പോയി കാവൽ കിടന്നിട്ടില്ല. അതല്ല, എന്നെ അത് കിട്ടില്ല. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ ഈ തിണ്ണ ഇവിടെ വന്ന് ഞാൻ കസേര അവിടെ ഇല്ല, കസേര അടുത്തൊന്നും ഇത് NSSന്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയില്ലൂടെ 1.5 മണിക്കൂർ ഇരുന്നു. ഇതിനു പുറമെ നയപ്രഖ്യാപനത്തിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും വന്ദേമാതരമൊക്കെ നാട്ടിൽ നോർമലാണെന്നും പറയുന്ന 2 നവരസങ്ങളും കൂടെയുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് കേന്ദ്രവും സംസ്ഥാനവും ഒന്നിക്കുമെന്നും എന്നാൽ കേരളയിൽ അംഗീകരിക്കില്ല എന്നും പണ്ട് പറഞ്ഞത്. ഇവർ ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ ഒന്നിക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ഒന്നിച്ചാലും കേന്ദ്രത്തിന്റെ അനുമതി മേടിച്ച് ഇങ്ങോട്ട് വന്നാലും കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. കേരളിനെ അംഗീകരിച്ചില്ലെങ്കിലും സംസ്ഥാനവും കേന്ദ്രവും കൈ കൊടുക്കുന്ന പോലെയുള്ള അവസ്ഥയാണ് നിലവിൽ നാട്ടിലുള്ളത്. അദാനിയുടെ ഫ്ലൈറ്റ് കയറി മംഗളൂരുവിൽ പോയി കേരളത്തിന് വെട്ടി വിറ്റിട്ടാണോ വന്നതെന്നൊക്കെ വരും കാലത്ത് അറിയാം. എന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ഒരു അവസ്ഥയും സ്വന്തം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് 2 തവണ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. എല്ലാവർക്കും അത് നല്ല എന്റർടൈൻമെന്റ് ആയിട്ടില്ലേ? നിങ്ങൾ ആഗ്രഹിച്ച ചേഞ്ച് വന്നില്ലേ? കൂടെ യൂണിഫോം ഇല്ലാതെ സ്കൂൾ തുറന്നതും പെൻഷൻ കിട്ടാതെ പെരുന്നാൾ കഴിഞ്ഞതും ലൈഫ് പദ്ധതി റദ്ദാക്കിയ ആളുകളുടെ ചോറിൽ മണ്ണ് വാരിയിടലും ഒക്കെ ഉണ്ടെങ്കിലും ചിരിയും മാസ് റീലും ഒക്കെ ആയിട്ട് ഒരു സിനിമ കാണുന്ന പ്രതീതി ഇല്ലേ? അതുപോലെ നമുക്ക്